ശിവലിംഗ പ്രതിഷ്ഠ തകർത്തതായി പരാതി. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് അക്രമം. സാമൂഹ്യ വിരുദ്ധരാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ശിവലിംഗ പ്രതിഷ്ഠയും കൽവിളക്കുകളും നശിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉഴമലയ്ക്കൽ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലം ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? നീലിമ, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിന് സമീപം കുര്യാത്തി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിൽ അക്രമം ഉണ്ടായിരിക്കുന്നത്. മങ്ങാട്ടുപാറ എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുന്ന പേര്. ഒരു പാറയ്ക്ക് മുകളിൽ, മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ശിവലിംഗമാണ് ആയിരവല്ലി തമ്പുരാൻ എന്ന പേരിൽ ഈ പ്രദേശവാസികൾ ആരാധിച്ചു വന്ന ഒരു ആരാധനാമൂർത്തിയാണ്. ആ ആരാധനാമൂർത്തിയുടെ ക്ഷേത്രം തകർക്കുകയും ശിവലിംഗമടക്കം നശിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം. ശിവലിംഗം പ്രതിഷ്ഠിച്ചിരുന്നത് ഇവിടെയാണ്. ആ പ്രതിഷ്ഠ ഒന്നാകെ ഇളക്കി മാറ്റുകയും അവിടെ ഇരിക്കുന്ന ആ പ്രതിഷ്ഠ സ്ഥാപിച്ച സ്ഥലത്ത് പാറ തട്ടിപ്പൊട്ടിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അതായത് പ്രതിഷ്ഠ തന്നെ പൊട്ടിച്ചുകൊണ്ടാണ് ഇത് ശിവലിംഗം എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ മാത്രമല്ല, തുടർന്ന് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ഒരു 4 ചുവരുകൾ പോലെ ഈ പ്രദേശവാസികൾ നിർമ്മിച്ചുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ആരാധനാക്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ പാരമ്പര്യമായി പാരമ്പര്യ സമ്പ്രദായത്തിൽ ഒരു കുലാചാരം എന്ന നിലയിൽ ആരാധിച്ചു വരുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ചുവരുകളടക്കം തകർക്കുകയും ചെയ്തു. തകർക്കുന്നത് മാത്രമല്ല, ഈ ശിവലിംഗം അടക്കം എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയും ഉണ്ടായി. ഈ ഭാഗത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും. ഈ ചുവരുകളെല്ലാം ഇത്തരത്തിൽ പൊളിച്ച് തകർത്ത് മാറ്റുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, സമീപത്തൊരു 5 കല്ലുള്ള കൽവിളക്കുണ്ടായിരുന്നു. അതും ഭക്തർ സ്ഥാപിച്ച വിളക്കാണ്. ആ വിളക്കും ഒന്നാകെ അതിൻ്റെ തട്ടുകൾ ഇളക്കിക്കൊണ്ട് പോവുകയും അത് ഉപേക്ഷിച്ച നിലയിൽ തൊട്ടടുത്തായി കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു വിളക്കിൻ്റെ തട്ടുകൾ മുഴുവനും ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇതാണ് നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. വലിയ ദാരുണമായ സംഭവം. ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു പാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ഒറ്റപ്പെട്ട മേഖല കൂടിയാണ്. ഈ ഭക്തരായുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം താമസിക്കുന്നത് ഈ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ ഇവിടെ ശബ്ദങ്ങൾ കേട്ടാൽ ഓടിയെത്തുക അസാധ്യമാണ്. എന്തായാലും നമുക്ക് ഈ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നമ്മളോടൊപ്പം, വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഉണ്ട്. അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. വളരെ ഗൗരവമായ ഒരു സംഭവമാണ്. ഈ പാറ ഈ മുകളിൽ സ്ഥിതി ചെയ്യുന്ന, മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പാരമ്പര്യ ആചാരപ്രകാരം ഇവിടുത്തെ വിശ്വാസികൾ ആരാധിച്ചു പോകുന്ന ക്ഷേത്രം അത് തകർക്കുകയാണ്. നേരത്തെയും തകർത്തു എന്ന് അറിയുന്നു. ഇത് ഈ തകർക്കലൊരു ദുരുദ്ദേശമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിലെന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ദുരുദ്ദേശമുണ്ട് എന്നുള്ള കാര്യം 100% കൃത്യമാണ്. കാരണം ഇത് ചെയ്തത് ആരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. കാര്യം ഇതാരാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് പാറ മാഫിയ. ഈ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടി കാലങ്ങളായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും അദ്ദേഹത്തിന് ശ്രമം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് തടസ്സമായി നിൽക്കുന്നത് തീർച്ചയായും ഈ വിശ്വാസമാണ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവാണ് ഈ അമ്പലത്തെ തകർക്കുന്നതിന് കാരണമായി മാറിയിരിക്കുന്നത്. ഒരിക്കലും ഈ അമ്പലത്തെ തകർത്തുകൊണ്ട്, ഇവിടുത്തെ ജനതയുടെ വിശ്വാസം തകർത്തുകൊണ്ട് ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് 147 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഈ ഉഴമലക്കൽ പഞ്ചായത്തിലെയും തൊട്ടടുത്ത തൊളിക്കോട് പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് മുഴുവൻ ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം നടക്കുകയാണ്. ഇത് തകർക്കുക, അതോടൊപ്പം ആ കുടിവെള്ള പദ്ധതി തകർക്കുക. അതിനുവേണ്ടി നിരവധി ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ പുറമ്പോക്ക് ഭൂമി, റവന്യൂ ഭൂമിയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് തീരെഴുതി കൊടുത്തു. സർക്കാരിൻ്റെ ശ്രമം അതാണല്ലോ. കാര്യം ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇന്ന് സർക്കാർ പ്രവർത്തിക്കുന്നത്. സർക്കാർ ഇന്ന് പല കോറി മാഫി പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കാര്യം ഈ പറഞ്ഞ റവന്യൂ ഭൂമി കോറി മാഫിയയ്ക്ക് തീരെഴുതി കൊടുക്കുകയും അവസാനം കുടിവെള്ള പദ്ധതി സ്ഥാപിക്കുന്നതിന് തൊട്ടടുത്ത് ജലജീവൻ മിഷന്റെ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് വസ്തു വാങ്ങിയാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് വസ്തു വാങ്ങിക്കൊടുത്തുകൊണ്ടാണ് അവിടെ ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ തടസ്സപ്പെടുത്താൻ കാലങ്ങളായി ശ്രമിക്കുന്നു. ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം. ഈ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ഇവിടെ ഒരു കോറി മാഫിയയ്ക്കും ഇവിടെ നിന്ന് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. കൃത്യമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്ഷേത്രം തകർക്കുക എന്ന ലക്ഷ്യം ഈ പാറ പൊട്ടിക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ക്ഷേത്രം തകർത്തെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതിന് തന്നെയാണ്. അല്ലാതെ ഒരാളും തകർക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഞങ്ങളുടെയൊക്കെ എത്രയോ തലമുറ മുമ്പ്, 150-200 വർഷം മുമ്പുള്ള വിശ്വാസമാണ്. എത്രയോ സ്ത്രീകൾ ഇവിടെ വന്ന് പൊങ്കാലയിട്ട് പോകുന്നു. അപ്പോൾ ഇതൊന്നും തകർക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ലക്ഷ്യമല്ല.
അങ്ങനെ ചെയ്യാറുമില്ല. ഇവിടെ മുമ്പും സാമൂഹ്യ വിരുദ്ധരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷെ അവരൊന്നും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കെതിരെ ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും സ്വന്തം ലാഭത്തിന് വേണ്ടി ഈ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. പോലീസ് ആര്യനാട് പോലീസാണ്. ആര്യനാട് പോലീസ് എന്താ പറയുന്നത് ഈ വിഷയത്തിൽ? ആര്യനാട് പോലീസ് എന്നുള്ളതല്ല, കാട്ടാക്കട DYSP ഉൾപ്പെടെയുള്ള RDO ഉൾപ്പെടെ ഉള്ളവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ കോറി മുതലാളിയുടെ കൂടെയാണ് അദ്ദേഹം. അവർ കോറി മുതലാളിമാരുടെ കൂടെയാണ്. കാരണം ഇവിടെയുള്ള മങ്ങാട്ടുപാറ സമരസമിതിയുമായി ബന്ധപ്പെട്ട് 2 പേരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു. അവർ സ്ഥാപിച്ച വിളക്കല്ല, അവർ സ്ഥാപിച്ച വിഗ്രഹമല്ല ഇവിടെ ഉള്ളത്. കാലങ്ങളായി വർഷങ്ങളായി ഉള്ള ഒരു വിശ്വാസത്തെ തകർക്കാൻ അവരാണ് ഇവിടെ വിളക്ക് സ്ഥാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കാണ് ആ സംവിധാനം പോയിരിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ ഇനി എന്താ അടുത്ത പരിപാടി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഈ ക്ഷേത്രം തകർത്തൽ എന്തെങ്കിലും പ്രതിഷേധം അങ്ങനെ എന്താണ് നിങ്ങൾ അടുത്ത് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെ അമ്പലം പുനർനിർമ്മിച്ചിരിക്കും, ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഇവിടെ അമ്പലം ഉണ്ടാകും, വരും നാളുകളിൽ അമ്പലം സ്ഥാപിച്ചിരിക്കും. ഇത് വിശ്വാസികളുടെ പരദീസയായി മാറ്റുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഈ പ്രദേശത്തെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നീലിമ, അത് തന്നെയാണ് വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ നിരന്തരം ഈ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭക്തരെ ഒട്ടാകെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. കോറി മാഫിയ എന്നാണ് പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്നത്. അതായത് ഈ പാറ തുരക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാറ പൊട്ടിക്കുന്നതുമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്ഷേത്രം പൊളിച്ചതെന്നാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് വാർഡ് മെമ്പർ അടക്കം പറയുന്നത്. ശക്തമായ പ്രതിഷേധവും അലയടിക്കുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും പോലീസിനെതിരെയും DYSPക്കും അതോടൊപ്പം RDOക്കെതിരെയും എല്ലാം പ്രദേശവാസികളും വാർഡ് മെമ്പറും എല്ലാം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ എല്ലാം കാര്യക്ഷമമില്ലായ്മ, അല്ലെങ്കിൽ ഇവർ ഈ കോറി മാഫിയക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണവും ഉണ്ടാകുന്നു. അതോടൊപ്പം ശക്തമായ പ്രതിഷേധവും ഉണ്ട്. ഇന്ന് ഈ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം ഹർത്താൽ ആചരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ ആചരിക്കുന്നത്. അതോടൊപ്പം ഈ പ്രദേശവാസികളടക്കം പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊരു മതമൈത്രിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് പ്രദേശവാസികൾ ഒന്നാകെ പ്രതിഷേധിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു ക്ഷേത്രം തകർക്കുക, ആ ക്ഷേത്രം തകർക്കുമ്പോൾ അത് അങ്ങനെ തകർത്തുകൊണ്ടൊരു ജനങ്ങൾക്കിടയിൽ ഒരു വൈരാഗ്യമുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് ഈ കാര്യം സാധിക്കുക എന്നടക്കമുള്ള ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളും ആരോപിക്കുന്നത്. എന്തായാലും ക്ഷേത്രം തകർക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ രാത്രിയുടെ ഒരു മറവിൽ അജ്ഞാത സംഘം എത്തുകയും ഈ ക്ഷേത്രത്തിന്റെ ശിവലിംഗവും അതോടൊപ്പം തന്നെ ശിവലിംഗവും അത് ക്ഷേത്രവും കൽവിളക്കുകളും അടക്കം അടിച്ചു തകർക്കുകയും അത് എടുത്ത് മാറ്റിക്കളയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. തുടർന്നും ഇത് ക്ഷേത്രം പുനർനിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട്. നീലിമ, തിരുവനന്തപുരം ഉഴമലക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമമുണ്ടായിരിക്കുന്നു. ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ശിവലിംഗ പ്രതിഷ്ഠയും കൽവിളക്കുകളും നശിപ്പിച്ചുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. വിശദമായ റിപ്പോർട്ടാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.